നമ്മുടെ സമൂഹത്തിൽ നമുക്ക് ചുറ്റും ജീവിക്കുന്ന, വേദനിക്കുന്ന, നിരാലംബരും രോഗികളുമായ സഹോദരങ്ങളിലേക്ക് നന്മയുടെ കരം നീട്ടുവാൻ, ശമരയാൻ ഞങ്ങൾ ഒരുക്കുകയാണ്. പങ്കുവയ്ക്കുന്ന ക്രൈസ്തവ സ്നേഹത്തിൻ്റെ ഈ മഹനീയ സാക്ഷ്യാനുഭവത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇത് എറണാകുളം ജില്ലയിൽ ആലുവ താലൂക്കിൽ അയ്യമ്പുഴ പഞ്ചായത്ത് 14-ാം വാർഡിൽ താമസിക്കുന്ന ചുള്ളി വീട്ടിൽ ദേവസി മകൻ സാബു. ഇദ്ദേഹം വൃക്കരോഗത്താലും ഹൃദയസംബന്ധമായ അസുഖങ്ങളാലും കഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ്. അസുഖം തുടങ്ങിയിട്ട് 5 വർഷമായി. ഇപ്പോൾ ആഴ്ചയിൽ 3 ഡയാലിസിസുകൾ വീതം നടത്തി മുന്നോട്ട് പോകുന്നു. എൻ്റെ പേര് ഷാജി തളിയൻ. ഞാൻ അയ്യമ്പുഴ ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണാണ്. ഞാനിപ്പോൾ നമ്മൾ സാബുവിൻ്റെ ചികിത്സാ കാര്യമായി ബന്ധപ്പെട്ടാണ് ഞാൻ ഈ ഓഡിയോയ്ക്ക് വേണ്ടി നിൽക്കുന്നത്. സാബുവിനെ സംബന്ധിച്ച് സാബു എൻ്റെ ദീർഘകാലമായിട്ടുള്ള സുഹൃത്ത് കൂടിയിട്ടാണ്. പക്ഷേ സാബുവിനെ പറ്റി പറയുമ്പോൾ സാബു ഒന്നൊഴിയാതെ മാരകമായ രോഗങ്ങൾക്ക് അടിപ്പെട്ടിരിക്കുകയാണ്. സാബുവിൻ്റെ ഫാദർ, ദേവസ്വം ചേട്ടൻ, അമ്മിച്ചി തുടങ്ങിയ എല്ലാവരും അവരൊക്കെ ഡയാലിസിസ്. സാബു ദീർഘകാലമായി ഡയാലിസിസിന് വിധേയമാണ്. സാബുവിൻ്റെ അപ്പച്ചനും അമ്മച്ചിയും ഒക്കെ അങ്ങനെ ഡയാലിസിസ് പേഷ്യൻറ്റുകളായിരുന്നു. അപ്പോൾ സാബുവിനെ സംബന്ധിച്ച് ഞങ്ങൾക്കൊക്കെ അത്ഭുതമാണ്. ഓരോ മാരകമായ അസുഖങ്ങൾ വരും അതിനെ മാനസികമായ കരുത്തോടുകൂടി നേരിടുന്നതിനും പക്ഷെ അതിനെ പുറത്തുള്ള സാമ്പത്തികമായ ഒരു വലിയ ചെലവുണ്ട്. സാബു ദീർഘകാലമായിട്ട് കിഡ്നി പേഷ്യൻ്റാണ്. 2 കിഡ്നി മാറ്റിവെക്കേണ്ടതായിട്ടുണ്ട്. അതിനൊരുങ്ങുമ്പോഴാണ് സാബുവിന് പെട്ടെന്ന് ബൈപ്പാസ് സർജറി വന്നത്. പിന്നീട് അതുമായി ബന്ധപ്പെട്ട് വിശ്രമിക്കുമ്പോഴാണ് അതിൻ്റെ ഡയാലിസിസും മറ്റു കാര്യങ്ങളുമായി പോകുമ്പോഴാണ് യാദൃശ്യമെന്നോണം അടുത്ത ദിവസം ബൈക്ക് ആക്സിഡൻറ്റിൽ കൈയും കാലും ഒടിയുന്ന ഒരു അവസ്ഥയുണ്ടായത്. അങ്ങനെ ഒന്നൊഴിയാതെ ദുരിതങ്ങളാണ്. ഇതിനൊക്കെ വരുന്ന ഭാരിച്ച ഒരു സാമ്പത്തിക ചെലവുണ്ട്. അപ്പോൾ നമ്മൾ നിർധനരായ ആളുകൾക്ക് ഈ സഹായം കിട്ടുന്ന രീതിയിലുള്ള ഓരോ പ്രവർത്തനവും സാബുവിനും അത് ലഭ്യമാക്കണമെന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം. അത് സാബുവിന് വളരെയേറെ താങ്ങും തണലുമായിരിക്കും. ഈ ഭാരിച്ച ചികിത്സാ ചെലവ് സാബുവിൻ്റെ കുടുംബത്തിനും ഒരിക്കലും താങ്ങാവുന്നതല്ല. കാരണം സാബു ഏതെങ്കിലും ഒരു രോഗത്തിന് മാത്രമല്ല, കിഡ്നി രോഗമുണ്ട്, കിഡ്നി മാറ്റി വയ്ക്കേണ്ടതുണ്ട്, നിരന്തരമായി ഡയാലിസിസിന് വിധേയമാകുന്നു, അതുപോലെ ഹാർട്ട് പേഷ്യൻ്റ്, അങ്ങനെ നിരന്തരമായി ഈ സാബുവിൻ്റെ കുടുംബവും മാരകമായ രോഗത്തിന് അടിമപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ സാമ്പത്തികമായി സാബുവിൻ്റെ ചികിത്സയ്ക്ക് ആവശ്യമായ സാമ്പത്തിക സഹായത്തിന് വേണ്ടി കഴിയാവുന്ന എല്ലാ സഹായങ്ങളും നിങ്ങൾ നൽകുന്ന ഓരോ ചെറിയതും വലുതുമായ സഹായങ്ങൾ സാബുവിൻ്റെ കുടുംബത്തിനും വലിയ ആശ്വാസമായിരിക്കും. അതുകൊണ്ട് നിങ്ങളെല്ലാവരും ദയവ് ചെയ്ത് ഒരു മനുഷ്യത്വപരമായ കരുണയുള്ള മുഖങ്ങൾ, മനുഷ്യസ്നേഹികൾ എല്ലാവരും സാബുവിൻ്റെ ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് ചെറുതും വലുതുമായ സാമ്പത്തികമായ സഹായം നൽകണമെന്ന് ഞാൻ ഏറ്റവും വിനീതമായ ഭാഷയിൽ നിങ്ങളോട് ഓരോരുത്തരോടും വിനീതമായി അപേക്ഷിക്കുകയാണ്. ഇദ്ദേഹത്തിൻ്റെ വൃക്കരോഗത്തിൻ്റെ ചികിത്സ തുടങ്ങുന്നതിനിടയിൽ ഇദ്ദേഹത്തിന് ബ്ലോക്ക് ഉണ്ടാവുകയും അതിനെ തുടർന്ന് ബൈപ്പാസ് സർജറി നടത്തുകയുമുണ്ടായി. കുറച്ചു നാളുകൾക്ക് ശേഷം വീണ്ടും ബ്ലോക്ക് ഉണ്ടായിരിക്കുകയാണ്. വൃക്കരോഗത്തിനുള്ള ചികിത്സയുടെ സൈഡ് എഫക്റ്റ് ആയിട്ടാണ് ഈ ബ്ലോക്ക് ഉണ്ടാകുന്നതെന്നാണ് സാബു പറയുന്നത്. എൻ്റെ പേര് സാബു. ഞാൻ എറണാകുളം ജില്ലയിൽ ആലുവ താലൂക്കിൽ അയ്യമ്പുഴ പഞ്ചായത്തിൽ 14-ാം വാർഡിൽ താമസിക്കുകയാണ്. ഞാൻ 5 വർഷമായിട്ട് ഡയാലിസിസ് ചെയ്യുകയാണ്. ഡയാലിസിസ് ചെയ്യുന്നതോടൊപ്പം എനിക്ക് ബൈപ്പാസ് വരികയും ബൈപ്പാസ് കഴിഞ്ഞ് 9 മാസം എത്തിയപ്പോൾ വീണ്ടും ബ്ലോക്ക് വരികയും വീണ്ടും ബ്ലോക്ക് വന്ന് കാൽസ്യം അറിഞ്ഞേക്കായിരുന്നു. അത് വീണ്ടും ബ്ലോക്ക് സ്റ്റഡ് ഇടുകയും ചെയ്യുകയാണ്. എനിക്കിപ്പോൾ അത്യാവശ്യം വേണ്ടത് കിഡ്നി ട്രാൻസ്പ്ലാന്റ് ചെയ്യുകയാണ് വേണ്ടത്. അതിന് എനിക്ക് ഭീമമായ തുക ആവശ്യമാണ്. അത് എന്നെ കൊണ്ട് മുൻപോട്ട് പോകാനായിട്ട് സാധിക്കുന്നില്ല. ഡയാലിസിസ് ആഴ്ചയിൽ 3 ഡയാലിസിസ് ചെയ്തുകൊണ്ട് പോവുകയാണ് ഞാൻ. എൻ്റെ ജീവിതം നിലനിർത്തണമെങ്കിൽ എനിക്ക് കിഡ്നി ട്രാൻസ്പ്ലാന്റ് ചെയ്യണം. അതിന് എന്നെ കൊണ്ട് മുൻപോട്ട് പോകാനായിട്ട് പറ്റുന്നില്ല. അതിന് നിങ്ങളെ കൊണ്ട് പറ്റുന്ന ഏറ്റവും വലിയ സഹായങ്ങൾ ചെയ്തു തന്ന് എന്നെ സഹായിക്കണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു. ഭാര്യയും മകളും അടങ്ങുന്നതാണ് ഇദ്ദേഹത്തിൻ്റെ കുടുംബം.
മകളിപ്പോൾ +2 പഠിച്ചുകൊണ്ടിരിക്കുന്നു. ഇദ്ദേഹത്തിന് സ്വന്തമായി 8 സെന്റ് സ്ഥലവും ഒരു വീടുമാണുള്ളത്. മറ്റു വരുമാന മാർഗമൊന്നുമില്ല. ഡോക്ടർമാർ ട്രാൻസ്പ്ലാന്റേഷൻ പറഞ്ഞിരിക്കുകയാണ്. അതിന് വേണ്ടുന്ന ഭീമമായ സംഖ്യ കണ്ടെത്തുവാനാകാതെ ഇപ്പോൾ വിഷമിക്കുകയാണ്. നമസ്കാരം, എൻ്റെ പേര് സെബാസ്റ്റ്യൻ പി വി. റേഷൻ കടയാണ് തൊഴിൽ. ഈ അയ്യമ്പുഴ ഭാഗത്തെ പഴയകാല ഒരു കുടുംബത്തിൻ്റെ ഒരു അംഗമായിട്ടുള്ള CP ദേവസ്വകുട്ടി എന്ന് പറയുന്ന ചുള്ളി ദേവസ്വകുട്ടിച്ചേട്ടൻ്റെ ഒരു മകനാണ് നിങ്ങളൊക്കെ അറിയുന്ന പോലെ തന്നെയുള്ള സാബു. ഈ സാബു എന്ന് പറയുന്ന നമ്മുടെ CP സാബുവിന് കുറച്ച് കാലങ്ങളായിട്ട് അസുഖങ്ങൾ നേരിട്ടിരിക്കുകയാണ്. തുടരെ അദ്ദേഹത്തിൻ്റെ അസുഖം അദ്ദേഹത്തിൻ്റെ കുടുംബത്തെ വളരെയധികം ശോകമുഖമാക്കുകയും സാമ്പത്തികമായി അദ്ദേഹം ഭദ്രത നഷ്ടപ്പെട്ട് വളരെ അസ്വസ്ഥനാണ്. അതിൻ്റെ കൂടെ തന്നെ അദ്ദേഹത്തിന് ഹാർട്ടിൻ്റെ കംപ്ലൈൻറ്റും ഡയാലിസിസും നടത്തുന്ന കിഡ്നി പ്രശ്നവും അത് 2-3 വർഷമായിട്ട് അങ്ങനെ തുടർന്ന് വേട്ടയാടി ഒരുപാട് പണം നഷ്ടപ്പെട്ട് ഇന്ന് നമ്മുടെ മുമ്പിലൊക്കെ ഒരു ചെറിയൊരു കൈനീട്ടം സഹായം അദ്ദേഹത്തിൻ്റെ മനസ്സാൽ ആഗ്രഹിക്കുകയാണ്. കാരണം ഭീമമായ സാമ്പത്തിക സ്ഥിതി, ഏതാണ്ട് 40 ലക്ഷം രൂപയോളം അദ്ദേഹം ഇതുവരെ ചിലവാക്കി കഴിഞ്ഞു. അപ്പോൾ കിഡ്നി റീപ്ലാന്റ് ചെയ്യുക എന്നത് പറയുമ്പോൾ നിങ്ങൾക്കൊക്കെ അറിയാം, നമ്മുടെയൊക്കെ ബുദ്ധിമുട്ടും പ്രയാസങ്ങളും ഓരോ കുടുംബത്തിലുണ്ടാകുന്ന സാഹചര്യങ്ങൾ. ഒരു കുടുംബനാഥൻ എന്ന നിലയിൽ തുച്ഛമായ വരുമാനം കൊണ്ട് ജീവിക്കുമ്പോൾ ആ കുടുംബനാഥൻ ഒരു ബുദ്ധിമുട്ടും പ്രയാസങ്ങളും, നല്ലൊരു കുടുംബത്തിൻ്റെ ഒരു നാഥൻ വിഷമാവസ്ഥ വരുമ്പോൾ ആ കുടുംബത്തിൻ്റെ ശോകമുമായ അന്തരീക്ഷം നമുക്കറിയാവുന്നതുകൊണ്ട് എനിക്ക് നിങ്ങളോട് ഓരോരുത്തരോടും പറയാനുള്ളത്, നമുക്ക് അകമഴിഞ്ഞ് സാബുവിനൊന്ന് സഹായിക്കണ്ടേ. അദ്ദേഹത്തിൻ്റെ ഇപ്പോൾ ഈ അടുത്ത ദിവസം തന്നെ ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അദ്ദേഹത്തിന് പെട്ടെന്നൊരു ചെറിയ സ്കൂട്ടർ ആക്സിഡൻറ്റും സംഭവിച്ചു, പട്ടിവട്ടം ചാടി. അപ്പോൾ അങ്ങനെയും അദ്ദേഹം ഒരു കിടപ്പ് പോലെയാണ്. നമ്മൾ സഹജീവി എന്ന നിലയിൽ നമ്മളൊക്കെ ഒരുപാട് പൈസ നഷ്ടപ്പെടുത്തുകയും ഒരുപാട് അനാവശ്യമായി കളയുകയും ചെയ്യുമ്പോൾ നിങ്ങളാൽ കഴിയുന്ന ചെറിയ സംഭാവനകൾ, ചെറിയ സഹായങ്ങൾ ചെയ്ത് അദ്ദേഹത്തെ സഹായിക്കണം. അദ്ദേഹം ഈ അയ്യമ്പുഴ ജംഗ്ഷൻ ഭാഗത്ത് ഒരു സാമാന്യ നല്ല രീതിയിൽ ജീവിച്ചിരുന്ന ഒരു കുടുംബമായിരുന്നു. ഇന്ന് വളരെയധികം അസ്വസ്ഥമാണ്. നിങ്ങളുടെയൊക്കെ സഹായം അദ്ദേഹം അഭ്യർത്ഥിക്കുകയാണ്. തീർച്ചയായിട്ടും സാബുവിനെ പോലെ നമ്മൾ ഒത്തിരി പേർക്ക് സഹായം കൊടുക്കുന്നുണ്ട്. സാബുവിനും അങ്ങനെ കൊടുക്കാനുള്ള ഒരു ചെറിയൊരു കൈനീട്ടം, അദ്ദേഹത്തിൻ്റെ തണൽ അത് നിങ്ങൾ ഉണ്ടാകണം. ഓരോരുത്തരും അവരവരുടേതായ സാഹചര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ നാളെ ഇന്ന് നമുക്കാണെങ്കിൽ നാളെ മറ്റൊരാൾക്ക് എന്നുള്ള രീതിയിൽ നമ്മൾ കണ്ടുകൊണ്ട് അദ്ദേഹത്തെ നമുക്ക് ഒന്നിച്ചു നിന്ന് ചെറിയ സഹായങ്ങൾ വലിയ സഹായങ്ങളാക്കി മാറ്റാൻ കഴിയട്ടെ എന്നാണ് എനിക്ക് നിങ്ങളോട് ഓരോരുത്തരോടും പറയാനുള്ളത്. ഇദ്ദേഹത്തിൻ്റെ മാതാപിതാക്കളും ഇതേ അസുഖത്തെ തുടർന്നാണ് മരിച്ചത്. ഒരു സഹോദരനും ഇതേ അസുഖത്തെ തുടർന്ന് മരിക്കുകയാണ് ഉണ്ടായത്. പാരമ്പര്യമായി തന്നെ ഇതേ അസുഖം ഇവരെ പിന്തുടരുന്നതിൻ്റെ വിഷമത്തിലും ഭയത്തിലുമാണ് ഇദ്ദേഹം കഴിയുന്നത്. പ്ലാന്റേഷനിൽ ജോലിയായിരുന്നു എനിക്ക്. അത് എന്നെ കൊണ്ട് മുമ്പോട്ട് പോകാൻ പറ്റാത്ത രീതിയിൽ ഞാൻ 2 വർഷം വിദേശത്തേക്ക് പോയി. വിദേശത്ത് വെച്ചാണ് എനിക്ക് ഈ അസുഖം ഉണ്ടെന്ന് ഞാൻ അറിയുന്നത്. അപ്പോൾ വിദേശത്ത് ഞാൻ നാട്ടിലേക്ക് തിരിച്ച് കയറി പോന്നു. ഇവിടെ വന്ന് ട്രീറ്റ്മെൻറ്റ് ആരംഭിച്ചു. പക്ഷേ അതുകൊണ്ട് അതിക്ക് മുമ്പ് എൻ്റെ ഫാദർക്കും നിലവിൽ ഈ ഡയാലിസിസ് ചെയ്യുകയായിരുന്നു. ഞാൻ വിദേശത്ത് വെച്ചാണ് എൻ്റെ ഫാദർ മരിക്കുന്നത്. ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഫാദർ അങ്കമാലി ലിറ്റിൽ ഫ്ലവർ ഹോസ്പിറ്റലിൽ വെച്ചാണ് മരിക്കുന്നത്. അത് കഴിഞ്ഞ് എനിക്ക് വരാൻ പറ്റിയിരുന്നില്ല. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ വീട് അറിയുന്നത് എൻ്റെ അമ്മയ്ക്കും ഈ അസുഖമാണ്. അസുഖം അറിയുന്നതിന് മുമ്പ് എൻ്റെ അമ്മയ്ക്കും അസുഖമാണെന്ന് ഞാൻ അറിയുന്നു. അത് കഴിഞ്ഞ് ഞാൻ അവിടെ വിദേശത്ത് ഞാൻ കയറി പോന്നു. എൻ്റെ അസുഖമുള്ളതുകൊണ്ട് ഇവിടെ വന്ന് ഞാൻ എൻ്റെ അമ്മയ്ക്ക് ഡയാലിസിസ് ചെയ്തുകൊണ്ടിരുന്നു. അമ്മേനെ അപ്പച്ചനെ ഞാനാണ് സഹായിച്ചുകൊണ്ടിരുന്നത്. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്കും ഡയാലിസിസ് ചെയ്യണമെന്ന് പറഞ്ഞു. ഞാനും എൻ്റെ അമ്മയും അടുത്തടുത്ത ബെഡ്റൂമിൽ കിടന്നാണ് ഡയാലിസിസ് ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ പെട്ടെന്ന് എൻ്റെ അമ്മയ്ക്ക് അസുഖം കൂടിയതുകൊണ്ട് എൻ്റെ അമ്മ മരണപ്പെടുകയും ചെയ്തു. അത് കഴിഞ്ഞ് എനിക്ക് നിലവിൽ ട്രീറ്റ്മെൻറ്റുകൾ ആരംഭിച്ചു തുടങ്ങി. ഡയാലിസിസ് തുടങ്ങി. എൻ്റെ കിഡ്നി ഒരെണ്ണം റിമൂവ് ചെയ്ത് കളഞ്ഞിരുന്നു.
അത് കഴിഞ്ഞ് ഡയാലിസിസ് ഞാൻ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് എനിക്ക് ബ്ലോക്ക് വന്നത്. ലിറ്റിൽ ഫ്ലവർ ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ നിലവിൽ ബൈപ്പാസ് ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ നിലവിൽ ഞാൻ ബൈപ്പാസ് ചെയ്തു. ഓപ്പറേഷൻ കഴിഞ്ഞ് വീണ്ടും വീട്ടിൽ വന്ന് റെസ്റ്റ് എടുത്തു. വീണ്ടും 9 മാസം കഴിഞ്ഞപ്പോൾ വീണ്ടും എനിക്ക് ബ്ലോക്ക് വന്നു. 2 ബ്ലോക്ക് ഉണ്ടായിരുന്നു. വീണ്ടും ലിറ്റിൽ ഫ്ലവർ ഹോസ്പിറ്റലിൽ ചെന്ന് എന്നെ അവിടെ അഡ്മിറ്റ് ചെയ്തു, സ്റ്റഡ് ഇട്ടു. നിലവിൽ അങ്ങനെ പ്രശ്നങ്ങളായിരുന്നു. അപ്പോൾ ഇത് സാമ്പത്തികമായിട്ട് വളരെ ബുദ്ധിമുട്ടിലാണ് ഞാൻ നിൽക്കുന്നത്. ഇനിയിപ്പോൾ ഡോക്ടർമാർ പറഞ്ഞേക്കുന്നത് എൻ്റെ കിഡ്നി മാറ്റി വെക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. കിഡ്നി മാറ്റി വെക്കുന്നത് ഏതാണ്ട് 35 ലക്ഷത്തിനടുത്തോളം വരും. എന്നെയും കൊണ്ട് മുമ്പോട്ട് പോകാൻ പറ്റുന്നില്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങളിൽ നിന്നാവുന്ന സഹായങ്ങൾ എനിക്ക് ചെയ്തു തരണമെന്ന് വിനീതമായി അപേക്ഷിക്കുന്നു. എത്രയും പെട്ടെന്ന് കിഡ്നി മാറ്റി വെക്കണമെന്നാണ് ഡോക്ടർമാർ പറഞ്ഞിരിക്കുന്നത്. ഇദ്ദേഹത്തിന് മുൻപ് പ്ലാന്റേഷനിൽ ജോലിയായിരുന്നു. വിദേശത്ത് ഒരു തൊഴിൽ സാധ്യത വന്നപ്പോൾ ഇറ്റലിയിലേക്ക് പോയി 2 വർഷം അവിടെ ജോലി ചെയ്തു. അവിടെ വച്ചാണ് ഇദ്ദേഹത്തിന് അസുഖം തുടങ്ങിയത്. ഇതിനെ തുടർന്ന് ജോലി ഉപേക്ഷിച്ച് നാട്ടിലേക്ക് തിരികെ പോരേണ്ടി വന്നു. ഇതാണ് സാബുവിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ. എൻ്റെ പേര് വിൽസൺ ജോസഫ്, വീട് അയ്യമ്പുഴ, വല്ലൂരാൻ ഹൗസ് അയ്യമ്പുഴ തന്നെ. എൻ്റെ സുഹൃത്താണ് ഈ സാബു. സാബുവിന് കിഡ്നി സംബന്ധമായ അസുഖങ്ങളാണ്. അവന് ഡയാലിസിസ് നടന്നുകൊണ്ടിരിക്കുന്നു. അവൻ്റെ ഫാദറും മദറും ഇതുപോലെ തന്നെ ഡയാലിസിസും കിഡ്നിയുടെ പ്രശ്നങ്ങളായിട്ട് മരിച്ചുപോയി. മരിച്ചിട്ട് ഇപ്പോൾ 2-3-4 വർഷത്തോളം ആയുള്ളൂ. അപ്പനും അമ്മയും മരിച്ചുപോയി. ഇപ്പോൾ അദ്ദേഹവും 5 വർഷമായിട്ട് കിഡ്നിയുടെ പ്രശ്നമാണ്. ഇപ്പോൾ ഒരെണ്ണം റിമൂവ് ചെയ്തു, ഒരെണ്ണം കൂടി ഉണ്ട്. ഇപ്പോൾ അത് ചെയ്യണം. അതിന് സാമ്പത്തികമായിട്ട് ഒരുപാട് താഴെ നിൽക്കുന്ന ആളാണ്. ഇപ്പോൾ അതിനിടയ്ക്ക് അവൻ ഒന്ന് വീണ് ആളുടെ സ്കൂട്ടറിൽ ഹോസ്പിറ്റലിൽ പോയതാണ്. അപ്പോൾ സ്കൂട്ടറിൽ നിന്ന് വീണ് കാലൊടിഞ്ഞു, കൈയും ഒടിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ സാമ്പത്തികമായിട്ട് ഒന്നും തന്നെ ഇല്ല. ഒരു കൊച്ചു പഠിക്കുന്നു. സാമ്പത്തികമായിട്ട് വളരെ താഴ്ന്ന ഒരു കുടുംബമാണ്. അപ്പോൾ എല്ലാവരുടെയും സഹകരണങ്ങൾ അതിനകത്തുണ്ടായിരിക്കണം. സാമ്പത്തികമായിട്ട് സഹായിക്കുക എല്ലാവരും. എൻ്റെ പേര് ബിനോയ് എന്നാണ്. അയ്യമ്പുഴയിൽ തന്നെ താമസിക്കുന്ന വ്യക്തിയാണ്. നമ്മുടെ ഒരു കൂട്ടുകാരൻ കൂടിയായ സാബു CP 5 വർഷത്തിൽ കൂടുതലായിട്ട് ഡയാലിസിസ് ചെയ്ത് ജീവിച്ചിരിക്കുകയാണ്. ഒരുപാട് സഹായങ്ങൾ പലരും ചെയ്തു. ഉള്ള സ്ഥലം ഇതൊക്കെ വിറ്റായിട്ടും വളരെയധികം ബുദ്ധിമുട്ടിയാണ് ആൾ ഹോസ്പിറ്റൽ കേസുകൾ നടക്കുന്നത്. അവരുടെ അപ്പച്ചനും അമ്മച്ചിയും സെയിം അസുഖം കൊണ്ട് തന്നെയാണ് മരണപ്പെട്ടത്. ഉദാര മനസ്കരായ എല്ലാവരുടെയും സഹായം വളരെയധികം ആവശ്യമുള്ള ഒരു സിറ്റുവേഷനിലാണ് ആളിപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങളെവരുടെയും സഹായ സഹകരണങ്ങൾ സാബു CPക്ക് വേണ്ടിയിട്ട് അപേക്ഷിക്കുന്നു. ചികിത്സയ്ക്കായി ധാരാളം പണം ആവശ്യമുണ്ട്. വരുമാനം ഒന്നും തന്നെയില്ല. ഇപ്പോൾ വീണ്ടും ബ്ലോക്ക് വന്നതിൻ്റെ ഭീഷണിയും നിലനിൽക്കുന്നു. ഈ അവസരത്തിലാണ് സാബു ഗുഡ്നസ് TVയുമായി ബന്ധപ്പെട്ടത്. ഇത് കാണുന്ന ഗുഡ്നസ് TVയുടെ സുമനസ്സുകളായ പ്രേക്ഷകരിൽ പ്രതീക്ഷ അർപ്പിക്കുകയാണ് സാബു ഇപ്പോൾ. എനിക്കൊരു മകളാണ് ഉള്ളത്. മകള് +2 പഠിച്ചുകൊണ്ടിരിക്കുന്നു. ഭാര്യ ഹൗസ് വൈഫാണ്. നിലവിൽ എന്നെ കൊണ്ട് വേറെ യാതൊന്നും ചെയ്യാനായിട്ട് നിവൃത്തിയില്ല. എൻ്റെ മോളെ പഠിപ്പിക്കണം. ഞാൻ ജീവിച്ചിരുന്നാലാണ് എൻ്റെ മോളവരുടെ കാര്യങ്ങൾ എനിക്ക് നോക്കാൻ പറ്റുന്നുള്ളൂ. അതുകൊണ്ട് നിങ്ങളിൽ പറ്റുന്ന എല്ലാ സഹായങ്ങളും എനിക്ക് ചെയ്തു തരണം. എൻ്റെ കിഡ്നി മാറ്റി വെക്കണമെന്നാണ് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്. എത്രയും പെട്ടെന്ന് എൻ്റെ കിഡ്നി ട്രാൻസ്പ്ലാന്റ് ചെയ്യണം. അതിന് നിങ്ങളിൽ നിന്ന് സഹായം കിട്ടിയാലാണ് നമുക്ക് ചെയ്യാനായിട്ട് മുമ്പോട്ട് പോകാനേ പറ്റുള്ളൂ. എൻ്റെ ജീവിതം നിലനിർത്തി തരണമെന്ന് നിങ്ങളോട് വിനീതമായി അപേക്ഷിക്കുന്നു. എന്നെ കൊണ്ട് വേറെ ഒരു നിവൃത്തിയില്ല. നിങ്ങളിൽ നിന്ന് സഹായങ്ങളാണ് എനിക്ക് വേണ്ടത്. ആ സഹായം കിട്ടിയാലാണ് എൻ്റെ ജീവിതം മുമ്പോട്ട് പോകാൻ പറ്റത്തുള്ളൂ. നിങ്ങൾക്ക് വേണ്ടുന്ന എല്ലാ സഹായങ്ങളും എനിക്ക് ചെയ്തു തരണമെന്ന് വിനീതമായി ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു. പാരമ്പര്യമായി ഇവരെ പിന്തുടരുന്ന ഈ രോഗാവസ്ഥയിൽ നിന്നും സൗഖ്യത്തിൻ്റെ പുത്തൻ പ്രകാശത്തിലേക്ക് നയിക്കുവാൻ ഗുഡ്നസ് TVയുടെ നല്ലവരായ പ്രേക്ഷകർക്ക് കഴിയട്ടെ എന്ന് പ്രത്യാശിക്കുകയാണ്. ജീവകാരുണ്യ പ്രവൃത്തികളുടെ നിറസാന്നിധ്യമായ നമ്മുടെ സുമനസ്സുകളായ പ്രേക്ഷകർ തങ്ങളുടെ കരുണയുടെ കരങ്ങൾ
ഇങ്ങനെയുള്ളവരിലേക്ക് സഹായഹസ്തങ്ങളായി മാറുന്ന നല്ല നിമിഷങ്ങൾ നിരന്തരം കണ്ടുകൊണ്ടിരിക്കുന്ന ശമരിയന്റെ പ്രവർത്തനങ്ങൾ ശക്തിയുക്തം മുന്നോട്ട് ഗമിക്കുവാൻ നിങ്ങളുടെ സ്നേഹ സാന്നിധ്യം കരുത്തേകട്ടെ എന്ന പ്രാർത്ഥനയോടെയും പ്രത്യാശയോടെയും സസ്നേഹം ശമരിയൻ. വിശദവിവരങ്ങൾക്ക് ശമരിയാൻ ഡിവൈൻ ചാരിറ്റബിൾ ട്രസ്റ്റ്, ഫാദർ ലിൻഡോ പുതുപ്പറമ്പിൽ VC, കെയർ ഓഫ് ഡിവൈൻ മിഷൻ, ഡിവൈൻ മീഡിയ കോംപ്ലക്സ്, മുരിങ്ങൂർ PO, ചാലക്കുടി, തൃശൂർ, കേരള. പിൻ 680309. ഫോൺ 0480 2700 മൊബൈൽ 9744198906. ഗുഡ്നസ് കുടുംബത്തിലെ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഗുഡ്നസ് സേവയിൽ സംപ്രേഷണം ചെയ്തു വരുന്ന ശമരിയൻ എന്ന പ്രോഗ്രാമിലൂടെ നിങ്ങൾ പരിചയപ്പെട്ട ഒരു ആളാണ് തൃശ്ശൂർ ജില്ലയിലെ എരുമപ്പെട്ടിയിലുള്ള ചെറുവത്തൂർ CD ഫ്രാൻസിസ്. അദ്ദേഹത്തെക്കുറിച്ച് നമ്മൾ ഈ പ്രോഗ്രാമിൽ കേൾക്കാനിടയായി. അദ്ദേഹത്തിൻ്റെ രണ്ടാമത്തെ മകൻ ജോസഫാണ് എൻ്റെ വലത്തുവശത്ത് ഇവിടെ നിൽക്കുക. 2 വർഷം മുമ്പ് സ്ട്രോക്ക് വന്ന് ഒത്തിരിയേറെ ബുദ്ധിമുട്ടിലായിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ ചികിത്സയെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ സാമ്പത്തിക പരാധീനതകളെക്കുറിച്ചും നമ്മൾ ഈ എപ്പിസോഡ് വഴി നിങ്ങളുടെ മുൻപിൽ എത്തിക്കുകയുണ്ടായി. തുടർന്ന് നല്ല മനസ്സുള്ള നിങ്ങൾ ഗുഡ്നസ് കുടുംബത്തിൽ നിങ്ങൾ ഓരോരുത്തരും ഒത്തിരിയേറെ സഹായങ്ങൾ, ചെറുതും വലുതുമായ തുകകൾ നൽകി ഈ പ്രോഗ്രാമിലേക്ക് നൽകുകയുണ്ടായി. ആ പണം ഒക്കെ സ്വരൂപിച്ച് ഇന്ന് CD ഫ്രാൻസിസിൻ്റെ രണ്ടാമത്തെ മകനായ ജോസഫിന് നമ്മളിവിടെ കൊടുക്കുകയാണ്. കുടുംബത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ 2 വർഷം മുമ്പ് ഈ സ്ട്രോക്ക് വന്നതിന് ശേഷം ഒത്തിരിയേറെ ചികിത്സയ്ക്കായി അവർക്ക് ഒത്തിരിയേറെ ബുദ്ധിമുട്ടുകളുണ്ടായി. ഹോസ്പിറ്റൽ ചികിത്സയായിട്ട് ഇപ്പോഴും മുന്നോട്ട് പോകുന്നു. അതിനിടയിൽ തന്നെ ഇവർ 3 മക്കളാണുള്ളത്. അതിൽ മൂത്ത മകൻ കോറിയിലും ഒക്കെ ആയിട്ട് വർക്ക് ചെയ്യുന്നു. അത് അങ്ങനെ പോകുന്നു. രണ്ടാമത്തെ മകനായ ജോസഫ്, പുള്ളിക്കും ശാരീരികമായ ബുദ്ധിമുട്ടുകളുണ്ട്. തലയ്ക്കകത്ത് ട്യൂമറിൻ്റെതായ പ്രശ്നങ്ങൾ മൂലം അതിൻ്റെ വേദനകളും ബുദ്ധിമുട്ടുകളും രോഗാവസ്ഥമായി കടന്നു പോകുന്നു. അതുപോലെ തന്നെ വിവാഹിതയായ മൂന്നാമത്തെ മകൾക്കും, മൂന്നാമത്തെ പെണ്ണാണ്, അവൾക്കും ഒത്തിരിയേറെ ശാരീരിക അസ്വസ്ഥതകളുണ്ട്. അതുമായി മുന്നോട്ട് പോകുന്നു. അങ്ങനെ ഒത്തിരിയേറെ രോഗ അവസ്ഥയിലൂടെ കടന്നു പോകുന്ന ഒരു കുടുംബമാണ് CD ഫ്രാൻസിസിൻ്റെ കുടുംബം. ഗുഡ്നസ് കുടുംബത്തിലെ നല്ലവരായ നിങ്ങൾ ഓരോരുത്തരും നൽകിയ ചെറിയ തുകകൾ ചേർത്ത് വെച്ച് 1,75,000 രൂപ സമാഹരിക്കാനായിട്ട് ഞങ്ങൾക്ക് സാധിച്ചു. ആ തുക ഈ നിമിഷം CD ഫ്രാൻസിസിൻ്റെ രണ്ടാമത്തെ മകനായ ജോസഫിന് ഇപ്പോൾ നൽകുകയാണ്. ഈ അവസരത്തിൽ ഗുഡ്നസിൻ്റെ ഈ ഒരു സംരംഭത്തിലേക്ക്, ശമരിയൻ എന്ന പ്രോഗ്രാമിലേക്ക് ഉദാരമായ സംഭാവന ചെയ്ത എല്ലാവരോടും പ്രത്യേകമായ നന്ദി ഞാൻ പ്രത്യേകം സമർപ്പിക്കുന്നു. തുടർന്നും ഈ പ്രോഗ്രാമിലേക്ക് ഒത്തിരിയേറെ രോഗികളായ ആൾക്കാരെ നമ്മൾ കൊണ്ടുവരും. അപ്പോൾ അവർക്കുള്ള സംഭാവനകൾ തുടർന്ന് നൽകുക എന്ന് പ്രത്യേകമായിട്ട് അപേക്ഷിക്കുന്നു. ഒരു നിമിഷം നമുക്ക് ഈ CD ഫ്രാൻസിസിനെയും കുടുംബത്തെയും പ്രാർത്ഥനയിൽ ഓർക്കാം. സാമ്പത്തികമായി നമ്മൾ ഇവരെ സഹായിച്ചു. അതോടൊപ്പം പരിശുദ്ധ അമ്മയുടെ വലിയ സംരക്ഷണത്തിന് ഈ കുടുംബത്തെ മൊത്തമായി സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. അമ്മയുടെ അനുഗ്രഹത്താൽ ഇവരെ മുന്നോട്ട് പോകുവാനായിട്ട്, രോഗത്തിൻ്റെ അവസ്ഥയിൽ അതിനെ തരണം ചെയ്ത് മുന്നോട്ട് പോകാനുള്ള വലിയ ശക്തിയും കൃപയും ഇവർക്ക് ലഭിക്കാനായിട്ട് ആത്മാർത്ഥമായി നമുക്ക് ഇതോടൊപ്പം പ്രാർത്ഥിക്കാം. ഒപ്പം ഇതിനെ സഹായിച്ച എല്ലാവരോടുള്ള നന്ദി പ്രത്യേകമായിട്ട് അർപ്പിക്കുന്നു. എല്ലാവർക്കും ഒത്തിരിയേറെ നന്ദി. ദൈവം സമൃദ്ധമായി എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. എൻ്റെ പേര് ജോസഫ് എന്നാണ്. എരുമപ്പെട്ടിയുടെ രോഗക്കാരനാണ്. എൻ്റെ അപ്പച്ചന് കുറച്ച് നാളായി സ്ട്രോക്ക് വന്ന് തളർന്ന് ചികിത്സയ്ക്കും ഇതിനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അങ്ങനെയാണ് ഈ ഗുഡ്നസ് TVയിലെ ശമരിയൻ എന്ന പ്രോഗ്രാമിനെ കുറിച്ച് അറിയാൻ കഴിഞ്ഞത്. അങ്ങനെ അപേക്ഷ വെച്ചു. അതിലേക്ക് കൊച്ചു കൊച്ചു സംഭാവനകളും ഇതൊക്കെ ചെയ്ത എല്ലാ ഗുഡ്നസ് TVയുടെ പ്രേക്ഷകർക്കും അതുപോലെ ഇതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാർക്കും എല്ലാം ദൈവനാമത്തിൽ നന്ദി പറയുന്നു. എൻ്റെ അപ്പച്ചന് വേണ്ടിയിട്ടും ഞങ്ങൾക്ക് വേണ്ടിയിട്ടും പ്രത്യേകം എല്ലാവരും പ്രാർത്ഥിക്കണം.